മുസ്ലിമായാൽ മാത്രം മതി. അവന്റെ സ്വഭാവ ഗുണങ്ങൾ കണ്ടുകൊണ്ട് ജീവിതത്തിലേക്ക് ജനങ്ങൾ കടന്നു വരും. ഇന്ന് മുസ്ലിമിനെ കണ്ട ജനങ്ങൾക്ക് പേടിയ, വല്ലാത്ത ഒരു ഭയം. എന്തുകൊണ്ടാ നമ്മൾ യഥാർത്ഥ മുസ്ലിം ആകുന്നില്ല? കേവലം പേര് കൊണ്ട് അല്ലെങ്കിൽ രൂപം കൊണ്ട് മാത്രം നമ്മൾ മുസ്ലിം ആകുന്നു. യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? ഒരു മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയായിരിക്കണം? ഒരു മുസ്ലിമിന്റെ സ്വഭാവ ഗുണം എങ്ങനെയായിരിക്കണം? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരായിരിക്കണമെന്നറിയുമോ? ഒരു മുസ്ലിമിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്നറിയുമോ? ഞാനും നിങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന, ഞാനും നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പരിശുദ്ധമായ കഅബാലയം. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ കഅബാലയത്തെ പോലെ ആകണമെന്ന് മുത്തുനബി പഠിപ്പിക്കുകയാ. കഅബാലയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. 2 ദിവസം ലീവ് കിട്ടിയാൽ പടച്ചവനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ആലോചിക്കുന്ന എവിടെയെങ്കിലും യാത്ര പോകാൻ, ടൂറ് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ കുടുംബത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് പോകാനുള്ള സ്ഥലങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അതാ ഊട്ടിയിൽ പോകാം, കൊടൈക്കനാലിൽ പോകാം, മൈസൂർ പോകാം, ബാംഗ്ലൂർ പോകാം, ഗോവയിൽ പോകാം. ഓരോ സ്ഥലം ഇങ്ങനെ പറയുകയാണ്. അപ്പോഴാണ് പറയുന്നത്, അവിടെ പോയതാ, ഒരു പ്രാവശ്യം ഊട്ടിയിൽ പോയതാണ്, ഒരു പ്രാവശ്യം കൊടൈക്കനാലിൽ പോയതാണ്, മൂന്നാറിൽ പോയതാണ്, ബാംഗ്ലൂരിൽ പോയതാണ്. അതുകൊണ്ട് നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോകാം. ഒരു വട്ടം പോയ സ്ഥലത്ത് പിന്നെ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പിന്നെയും വേറെ സ്ഥലത്ത് പോകാൻ കൊതിക്കുകയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ലോകത്തിന്റെ മധ്യഭാഗത്ത് പടച്ചറബിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. ആ കഅബാലയത്തിൽ ഒരു മനുഷ്യന് പോകാൻ അവസരം കിട്ടിയാൽ ഞാൻ പോയവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് പോകാൻ ആഗ്രഹിക്കാതിരിക്കുന്നില്ല. കഅബാലയം കണ്ടവന് എത്ര പ്രാവശ്യം കണ്ടാലും മതി വരുന്നില്ല. ഒരു പ്രാവശ്യമല്ല, 1,00,000 പ്രാവശ്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം കണ്ട മനുഷ്യനാണെങ്കിലും അവന് മതിയാകുന്നില്ലടോ. പിന്നെയും പിന്നെയും പോകാൻ കൊതിക്കുകയാണ്. ആ കറുത്ത കില്ല കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന കഅബാലയമൊന്ന് കാണാൻ, ആ കഅബയുടെ കില്ലയൊന്ന് പിടിക്കാൻ, ആ മഖാമ ഇബ്രാഹിം ഒന്ന് ചുംബിക്കാൻ, ആ ഹജറുൽ അസ്വദ് ഒന്ന് തൊടാൻ പടച്ചവനെ എത്ര കണ്ട മനുഷ്യനാണെങ്കിലും പിന്നെയും പിന്നെയും കൊതിക്കുകയാണ്. അത് കഅബാലയത്തിന്റെ പ്രത്യേകതയാണ്. പടച്ചവനെ എത്ര പ്രാവശ്യം കണ്ട മനുഷ്യനാണെങ്കിലും അവസാനം വിടവാങ്ങലിന്റെ തവാഫുണ്ടല്ലോ, ആ കഅബാലയത്തിന്റെ